പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 183 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് ടേക്കൻ 1/6 ഓഫ് സോമൂസ് ലാൻഡ് ടു ബിൽഡ് എ റോഡ്. അപ്പോൾ സോമുവിൻ്റെ കയ്യിലുള്ള ലാൻഡിൻ്റെ 1/6 ഗവൺമെൻറ് റോഡ് പണിയാൻ വേണ്ടി എടുത്തു. വാട്ട് പാർട്ട് ഓഫ് ദി ലാൻഡ് റിമെയിൻസ് വിത്ത് സോമു നൗ. ഇനി സോമുവിൻ്റെ കയ്യിൽ ബാക്കിയുള്ള ലാൻഡ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ സോമുവിൻ്റെ കയ്യിൽ മൊത്തം ഉണ്ടായിരുന്ന ലാൻഡിൻ്റെ 1/6 ആണ് ഗവൺമെൻറ് എടുത്തത്. അപ്പം മൊത്തം ഉണ്ടായിരുന്ന ലാൻഡ് നമുക്ക് എത്രയായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അതിൽ നിന്ന് 1/6 ഗവൺമെൻറ് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1ൽ നിന്ന് 1/6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സോമുവിൻ്റെ കയ്യിൽ എത്ര ലാൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വൈസ് എഴുതിപ്പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? പാർട്ട് ഓഫ് സോമൂസ് ലാൻഡ് അക്വയർഡ് ബൈ ദി ഗവൺമെൻറ് ഇസ് ഇക്വൽ ടു 1/6. അടുത്ത സ്റ്റെപ്പ് എന്താ? സോമൂസ് ഒറിജിനൽ ലാൻഡ്, അതായത് സോമുവിൻ്റെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് ഒറിജിനൽ ലാൻഡ് ഈസ് ഇക്വൽ ടു എന്താണ്? മൊത്തം ഉണ്ടായിരുന്നതിൽ നിന്ന് 1/6 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് 1/6. 1 എന്ന് പറയുന്നത് എന്താ? 6/6 ആണ് 1. അല്ലെങ്കിൽ ഇവിടെ LCM എടുക്കുന്നു. LCM എടുക്കുമ്പോൾ 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 6 ആകാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അല്ലെങ്കിൽ 1 എന്ന് വെച്ചാൽ എന്താ? 6/6. അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, മൈനസ് 1/6. അപ്പോൾ ഡിനോമിനേറ്റർ ഒരേപോലെ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ നമ്മൾ അതുപോലെ എഴുതുന്നു. 6 മൈനസ് 1 ഈസ് 5. ഇനി സോമുവിൻ്റെ കയ്യിൽ അപ്പോൾ ഉള്ളത് 5/6 ലാൻഡാണ് ഇനിയുള്ളത്. ഇനി എന്താ പറഞ്ഞേ? ഷീ ഗീവ്സ് ഹാഫ് ഓഫ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി ലാൻഡ് ടു ഹെർ ഡോട്ടർ കൃഷ്ണ. അപ്പോൾ ഈ ഉള്ളതിൻ്റെ ഹാഫ് ആർക്ക് കൊടുക്കുന്നു? കൃഷ്ണയ്ക്ക് കൊടുക്കുന്നു. ആൻഡ് 1/3 ടു ഹെർ സൺ ബോറ. 1/3 ആർക്ക് കൊടുക്കുന്നു? ബോറയ്ക്ക് കൊടുക്കുന്നു. ആഫ്റ്റർ ഗിവിങ് ദം ദർ ഷെയർസ് ഷീ കീപ്സ് ദ റിമൈനിങ് ലാൻഡ് ഫോർ ഹെർ. അപ്പോൾ ഷെയറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? അവൾ എടുക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ ലാൻഡ് ഡിഡ് കൃഷ്ണ ഗെറ്റ്. അപ്പോൾ ഒറിജിനൽ ലാൻഡിൻ്റെ എത്ര പാർട്ട് കൃഷ്ണയ്ക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഒറിജിനൽ ലാൻഡ് അപ്പോൾ എത്രയാണ്? 5/6 ആണ്. ഈ 5/6ൻ്റെ ഹാഫാണ് ആർക്ക് കിട്ടിയത്? കൃഷ്ണയ്ക്ക് കിട്ടിയത് അല്ലേ? ഹാഫ് ഓഫ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി ലാൻഡ് ടു ഹെർ ഡോട്ടർ കൃഷ്ണ. അപ്പോൾ അതിൻ്റെ ഹാഫാണ് ആർക്ക് കിട്ടിയത്? കൃഷ്ണയ്ക്ക് കിട്ടിയത്. അപ്പോൾ കൃഷ്ണയ്ക്ക് കിട്ടിയത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പാർട്ട് ഓഫ് ദി ലാൻഡ് ഗിവൺ ടു കൃഷ്ണ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഹാഫാണ് കിട്ടിയത് അല്ലേ? എന്താണ്? ഹാഫ് ഓഫ് റിമൈനിങ് ലാൻഡ് അല്ലെങ്കിൽ ഒറിജിനൽ ലാൻഡ് എന്ന് പറയാം. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒറിജിനൽ ലാൻഡ് ഈസ് 5/6. അപ്പോൾ ഹാഫ് ഇൻറ്റു 5/6. അപ്പോൾ 1 × 5 5, 2 × 6 12. എന്ത് കിട്ടി? 5/12 എന്ന് കിട്ടി. അപ്പോൾ കൃഷ്ണയ്ക്ക് കിട്ടിയത് 5/12 ആണ്. വാട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ ലാൻഡ് ഡിഡ് ബോറ ഗെറ്റ്. ബോറായ്ക്ക് എത്രയാണ് കിട്ടിയെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ബോറായ്ക്ക് ഒറിജിനൽ ലാൻഡിൻ്റെ ആണ്, കൃഷ്ണയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെ അല്ല. ഒറിജിനൽ ലാൻഡിൻ്റെ എത്രയാണ് ബോറയ്ക്ക് കിട്ടിയത് എന്ന് പറയണം. ബോറയ്ക്ക് കിട്ടിയത് 1/3 ആണ്. അപ്പോൾ ഒറിജിനലിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/3 × 5/6. അപ്പോൾ പാർട്ട് ഓഫ് ദി ലാൻഡ് ഗിവൺ ടു ബോറ ഇസ് ഇക്വൽ ടു 1/3 × 5/6. 1/3 ആണ് ബോറയ്ക്ക് കിട്ടിയത് കേട്ടോ. ഇസ് ഇക്വൽ ടു 1 × 5 5, 6 × 3 18. അപ്പോൾ ബോറയ്ക്ക് കിട്ടിയത് 5/18 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ ലാൻഡ് ഡിഡ് സോമു കീപ് ഫോർ ഹെർസെൽഫ്. ഒറിജിനൽ ലാൻഡിൻ്റെ എത്രയാണ് സോമുവിൻ്റെ കയ്യിലുള്ളത്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒറിജിനൽ ലാൻഡിൽ ഹാഫ് ആർക്ക് കൊടുത്തു? ഹാഫ് കൃഷ്ണയ്ക്ക് കൊടുത്തു. 1/3 ബോറയ്ക്ക് കൊടുത്തു. ഇനി അതിൻ്റെ ബാക്കിയാണ് ആരുടെ കയ്യിലുള്ളത്? സോമുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒറിജിനൽ ലാൻഡ് എത്രയായിരുന്നു? 5/6. അപ്പോൾ 5/6ൽ നിന്ന് ഈ 5/12ഉം 5/18ഉം സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് സോമുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പാർട്ട് ഓഫ് ദി ലാൻഡ്
സോമു കെപ്റ്റ് ഫോർ ഹെർസെൽഫ് ഇസ് ഈക്വൽ ടു അതെത്രയാണ്? ഒറിജിനൽ ലാൻഡ് 5/6 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സബ്ട്രാക്റ്റ് ചെയ്യണം? കൃഷ്ണയ്ക്ക് കൊടുത്ത 5/12ഉം പിന്നെന്താണ് ബോറയ്ക്ക് കൊടുത്ത 5/18. അപ്പോൾ ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ 5/6 മൈനസ് 5/12 മൈനസ് 5/18 ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 5/6ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 5/12ഉം 5/18ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനും കൂടെ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ബ്രാക്കറ്റ് കൊടുക്കാതെ ഇവിടെ പ്ലസ് സൈൻ ഇട്ടാൽ നിങ്ങൾ ചെയ്യുന്ന ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതെ മൈനസ് ആക്കി രണ്ടും ചെയ്യണം. ഓക്കെ, അതായത് 5/6 മൈനസ് 5/12 മൈനസ് 5/18 അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഇങ്ങോട്ട് ചെയ്യുവാണേ. അപ്പോൾ എന്ത് വരും? 5/6 മൈനസ് ഇത് രണ്ടും കൂടെ ചെയ്യുന്നു 5/12 പ്ലസ് 5/18. രണ്ടിൻ്റെയും കൂടെ LCM എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 5/12ൻ്റെയും 18ൻ്റെയും കൂടെ LCM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കണം. 12ഉം 18ഉം 2 കൊണ്ട് ചെയ്താൽ 6, 9. അടുത്തത് വീണ്ടും 2 കൊണ്ട് ചെയ്യാം 3. അടുത്ത 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2, 3. അപ്പോൾ LCM എന്ത് വന്നു? LCM എന്ന് പറയുന്നത് 2 × 3 × 2 × 3 എന്ത് വരും? 2 × 3 6, 6 × 2 12, 12 × 3 36 എന്ന് വരും. ഡിനോമിനേറ്റർ നമുക്ക് 36 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ 5/12നെ നമുക്ക് ഡിനോമിനേറ്റർ 36 ആക്കാൻ നമ്മൾ എന്താ ചെയ്തേ? 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 5നെയും 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15. അപ്പോൾ ഇവിടെ നമുക്ക് 15 എഴുതാം. പ്ലസ് ഇനി 5/18നെ 36 ആക്കാൻ എത്ര കൊണ്ട് ചെയ്യണം? 18നെ 36 ആക്കാൻ 2 കൊണ്ട് ചെയ്യണം. അപ്പോൾ 5നെ നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 5 2s are 10. നമുക്കത് ഇങ്ങനെ കിട്ടും. 5/6 മൈനസ് ഇതെന്ത് വരും? 15 + 10 25/36. ഇനി ഇത് തമ്മിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇവിടെ 6ൻ്റെയും 36ൻ്റെയും കൂടെ LCM നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 6ൻ്റെയും 36ൻ്റെയും കൂടെ LCM എന്ത് വരും? 36 തന്നെ വരും. കാരണം എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിളാണ് 36. അപ്പോൾ നമ്മൾ LCM എടുക്കുമ്പം ഒരെണ്ണം അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിളിനെ എന്തായിട്ട് എടുക്കാം? LCM ആയിട്ട് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? LCM ഈസ് 36. 6 6 are 36 ആണ് അല്ലേ? 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ 36 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 6 30. 30 മൈനസ് 25. 30 മൈനസ് 25 ഈസ് 5. 5/36. അപ്പോൾ ഇനി സോമുവിൻ്റെ കയ്യിലുള്ളത് എത്രയാണ്? ലാൻഡ് 5/36 ആണ് ഇനി സോമുവിൻ്റെ കയ്യിലുള്ള ലാൻഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ LCM കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. LCM എടുക്കുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് നമ്പേഴ്സും കൂടെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. കോമൺ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന അതായത് ഇതേപോലെ രണ്ട് നമ്പേഴ്സിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ 12ലും 18ലും കോമൺ ഫാക്ടറായിട്ട് എന്തുണ്ട്? 6 ഉണ്ട്, 2 ഉണ്ട്, അല്ലേ? 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് വേണം LCM കണ്ടുപിടിക്കാൻ. ഇനി ഇതാ ഇവിടുത്തെ പോലെ 6ഉം 36ഉം എടുക്കുമ്പോൾ ഒരെണ്ണം അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മൾട്ടിപ്പിളിനെ നമുക്ക് LCM ആയിട്ട് എടുക്കാം. LCM കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.